ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആണല്ലേ. അതെ, കുറേ നാളൊന്ന് വിചാരിച്ചിരുന്നത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണോ എന്നുവെച്ചാൽ കുറേ 2-3 പേര് ഇങ്ങനെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഞങ്ങൾ കണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ ഇന്ന് സാറ്റർഡേയാണ്, നമുക്ക് ഇന്ന് ഓഫീസില്ല, വർക്കില്ലെന്ന്. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് പരിപാടികൾക്കായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അതെ, പുറത്തോട്ടാകുമ്പോൾ നമ്മൾ ഇന്ന് പോകാൻ ചാൻസ് ഇല്ലല്ലേ. ഇല്ല, പുറത്തൊന്നും പോകണില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പം വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ, നമുക്കിനി പോയി ഫ്രഷ് ആയിട്ട് വരാം, പിന്നെ നമുക്ക് ചായ കുടിക്കണം. അപ്പം അതൊക്കെയാണ്. ശരി. അപ്പോൾ ഗൈസ്, നമുക്കിന്ന് കഴിക്കാൻ പുട്ടാണ്. പുട്ടും മുട്ടക്കറി. അപ്പോൾ ഗൈസ്, ദേ അമ്മ പോകുന്നതിന് മുമ്പ് തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് വിരിക്കണം ആദ്യം തന്നെ. അപ്പോൾ ഗൈസ്, നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പം എന്താണ്, നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടി, ഇന്ന് നമ്മളൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ റെഡിയാക്കണം, തമ്മിലൊക്കെ സെറ്റാക്കണം. അപ്പോൾ അത് ഞങ്ങൾ കാണിക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ഫോണിൽ തന്നെയാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അപ്പോൾ എന്തായാലും ഇനി അതായിട്ട് കാണാം അല്ലേ. അതെ, അതെല്ലാം കഴിഞ്ഞിട്ട് വരാം. നമ്മൾ ഹെയറിൽ ഇങ്ങനെ എഗ്ഗ് അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ, കാരണം ഹെയർ നല്ല സ്മൂത്തിനായിട്ടൊക്കെ വെക്കും. അതിന് വേണ്ടിയിട്ട് വൈറ്റ് മാത്രം മതി. യെല്ലോ പോർഷൻ നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ ഞങ്ങൾ സാറ്റർഡേസിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം ഗേൾസിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സാറ്റർഡേ സൺഡേ കഴിക്കുമ്പം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി നമുക്ക് ഇത് എടുത്തോളാം കേട്ടോ, ഇതിപ്പോൾ ഓൾറെഡി ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതേ വൈറ്റ്. 1 hour later. കുളിയൊക്കെ കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ആണ്. അപ്പോൾ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് നേരെ ഇനി കിച്ചണിലോട്ട് പോകാം. അപ്പോൾ അതേ ബീഫ് ഇവിടെ റെഡിയാണ്. ഇത് നമ്മൾ ഇന്നലെ വാങ്ങിച്ചപ്പോൾ തന്നെ നല്ല കഴുകി ഇതാക്കി വെച്ചോളൂ. ജസ്റ്റ് ഒന്ന് കഴിയാൽ മതി. ഇനി A few minutes later. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ സലാഡിന് വേണ്ടിയിട്ട് അരിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഇത് കുക്ക് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ ഓയിൽ ഒഴിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് കടുക്. അതെന്ത്
ഇനി അടുത്ത പരിപാടി കടുക്. സോ അത് കറിവേപ്പില എടുത്തോണ്ട് വരാം. കറിവേപ്പില ഇങ്ങനെ നമ്മൾ ബോക്സിലെല്ലാം അടച്ചു വെച്ചിട്ടുണ്ട്. അത് കറിവേപ്പില നമ്മൾ കുറച്ചിടാം. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി അത് ചെറിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിടും. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമ്മൾ ഉള്ളി, ചെറിയ ഉള്ളി. നമ്മൾ ബീഫ് നിങ്ങൾ വിചാരിക്കും ഞങ്ങളിൽ എക്സ്പേർട്ടാണ്. എക്സ്പേർട്ട് എന്നല്ല, നമ്മൾ യൂട്യൂബ് വീഡിയോ നോക്കിയിട്ടാണ് നോക്കിയായിരുന്നു. ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതിന് ജസ്റ്റ് യൂട്യൂബ് വീഡിയോ നോക്കിയായിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ ഉള്ളിയാണ് നല്ലത്. ഇതിന് നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളിയാണ് നല്ലത്. സബോള ഇടുന്നവരുണ്ട്. അതെ, നമ്മൾ ചിക്കന് സബോളയാണ് ഇടുന്നത്, ബീഫിന് ഉള്ളിയാണ് കേട്ടോ. ഇത് കുറച്ചും കൂടെ മാറും. നമുക്ക് ഉള്ളി ഇട്ടാൽ നെക്സ്റ്റ് ഉള്ളി. കുറച്ച് ഉപ്പ് കേട്ടോ. ഇത് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനാണ് ഉപ്പെടുത്ത്. നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ചിട്ട് ആദ്യത്തെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച്. അപ്പോൾ ഗൈസ് ബീഫ് ഇതേ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ തൈരൊന്നും അല്ല ഒഴിക്കാറ്, നമ്മൾ എന്താണ് ലെമൺ ജ്യൂസാണ് ഒഴിക്കാറ്. ടേസ്റ്റ് ആണ് അവിടെ. ഇത് നോൺ വെജ് ഉള്ളപ്പോൾ ഞങ്ങൾ എപ്പോഴും ഈ സാലഡ് ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൊടുത്ത് നോൺ വെജിന് കൊടുത്ത് നല്ലതായിട്ട് കഴിക്കാം. കുക്കുംബറും തക്കാളിയും പച്ചമുളക് സവോള. അപ്പോൾ ഗൈസ് ആ ടൈമിൽ നമ്മുടെ ബാക്കി ഐറ്റം ഇവിടെ നമ്മൾ ഉള്ളി വഴറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതിലേക്ക് പൊടികളിടാം. അപ്പോൾ ആദ്യം തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് അടുത്തത് ഗരം മസാല. നെക്സ്റ്റ് നമുക്ക് കുരുമുളക് പൊടി കുറച്ചിട്ടാം. കുറച്ച് എരിവ് അനുസരിച്ചിട്ടാണ്. ഓക്കെ, മഞ്ഞൾപ്പൊടി ഉണ്ടോ? മഞ്ഞൾപ്പൊടി നമ്മൾ വേവിച്ചപ്പോൾ ഇട്ടുകൊണ്ട് ഇപ്പം ഇടുന്നില്ല. അങ്ങനെയാണ് വീഡിയോയിൽ കണ്ടത്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു ബീഫില്ലേ, അതിങ്ങോട്ടേക്ക് ഇടാം. അപ്പോൾ ഗൈസ് നമ്മൾ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ എന്താ, കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇനി നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് വേറെ പരിപാടിയുള്ളൂ. അപ്പോൾ ഞങ്ങളെന്താണ് ചുമ്മാ അവിടെ ഇരിക്കും, കിടക്കും, പിന്നെ ലാപ്പിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി. പിന്നെ നമുക്ക് ഒന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് വരാം. 2 hours later. അപ്പോൾ ഗൈസ് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു റീലൊക്കെ താന്നിട്ടുണ്ടല്ലേ? അതെ, വെയിലൊക്കെ താന്ന്. അപ്പോൾ നമുക്ക് ഒരു റീൽസ് എടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് റെഡി ആകാമെന്ന് വിചാരിച്ച് നമ്മൾ ടെറസിലായിരിക്കും കേട്ടോ റീൽ എടുക്കുന്നത്. അപ്പോൾ ഇപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ. അപ്പോൾ ഞങ്ങൾ ഈ ടൈമാണ് സാധാരണ എടുക്കാറ്. ശനിയാഴ്ചയാണ് കൂടുതൽ റീൽസ് ഒക്കെ എടുക്കാറ്. നമുക്ക് ഓഫാണല്ലോ ഒന്ന്.
അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് റീൽസ് എടുക്കാനുള്ള സെറ്റപ്പായിട്ട് റെഡി ആയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളിതേ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നാണ് തട്ടിക്കൂട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടെറസിൽ പോകാം, എന്നിട്ട് റീൽ എടുക്കാം. ഞാൻ അവിടെ ചെല്ലണം ഗൈസ്. അപ്പോൾ നമ്മളിതേ ടെറസിൻ്റെ മേളിൽ വന്നിട്ടുണ്ട്. ഇതുണ്ടോ ബാക്കിൽ നമ്മുടെ ഫുള്ള് പാടാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ കൂടുതലും റീൽസിൻ്റെ സ്പോട്ട്. ഇതിന് താഴത്തോട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ താഴത്തോട്ട് വീഴരുതെന്ന്. അതേ അഞ്ചരതേ റീൽസ് നമുക്ക് ഏതാ നോക്കണം. നമ്മൾ സെലക്ട് ഒന്നും ചെയ്തില്ല കേട്ടോ, പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് റീൽസ്. നമ്മൾ മിക്ക റീലും അങ്ങനെ എടുക്കാറ്. സ്പോട്ടിലാണ് പഠിക്കുന്നത്. സ്പോട്ടിലാണ് തട്ടിക്കൂട്ടി ചെയ്യാറാണ് പതിവ്. എന്തായാലും നോക്കട്ടെ, നല്ല കണ്ടുപിടിക്കാം നമുക്ക്. അപ്പം ഇതുണ്ടോ നമ്മൾ സ്റ്റാൻഡൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ വെച്ചിട്ട് കുറേ വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് ആ വീഡിയോസൊക്കെ അമ്മയാണ് എടുത്തു തരാറ്. അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റാൻഡ് വെച്ചാണ് സാധാരണ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. റീൽസ് ഞങ്ങൾ അതിന് ഇടുന്നു. അപ്പോൾ നമ്മൾ റീൽസൊക്കെ നമ്മൾ റെഗുലറായിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യാത്തൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇട്ടിരുന്ന റീൽസൊക്കെ കാണാം അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ പാട്ടൊക്കെ സെലക്ട് ചെയ്തിട്ട് വരാം. നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കിയിട്ട് നമ്മൾ എടുക്കാറുള്ളൂ. ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റീൽസ് എടുത്തിട്ട് കാണാമല്ലേ. ഞങ്ങളൊന്ന് റീൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ അധികം വൈകാണ്ട് തന്നെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വെറുതെ പെട്ടെന്ന് ഇവിടെ വെച്ച് തന്നെ പഠിച്ച തട്ടിക്കുട്ടിയാണ്. അതെ, ഒരു റീൽ എടുത്തോളൂ കേട്ടോ. സാധാരണ നമ്മൾ ശനിയാഴ്ച 2-3 എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം. ബൈ. അപ്പോൾ ഗൈസ് അമ്മ ഇപ്പോഴാണ് വന്നത്. അപ്പോൾ നമ്മൾ കടയിലാണ് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ എന്തോ ഒരു അതെ, ഇന്ന് എന്തൊരു ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തായാലും അൺബോക്സ് ചെയ്യാം. അപ്പം ഇനി ചായയൊക്കെ വെക്കണം. അപ്പോൾ ഗൈസ് നമുക്കിത് അൺബോക്സ് ചെയ്യാം. പക്ഷേ ഞാൻ പറയണ്ടെന്ന് വെച്ചാൽ തുറക്കുമ്പോൾ കണ്ടാൽ മതി എന്നായിരുന്നു. അതിന് വെച്ച് പറഞ്ഞു. അപ്പോൾ ട്രൈപ്പോഡാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എന്താണെന്ന് നമുക്ക് നോക്കാം. തുറന്നു വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനമാണോ അതോ വേറെ? ട്രൈപ്പോഡ് ഷേപ്പിലോ ഇതിനകത്ത് കുഞ്ഞ ഫോണൊക്കെ. ഇതിൻ്റെ റേറ്റ് എത്ര? 200 സംതിങ് എന്തോ. 200 സംതിങ് എന്തോ ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ലാപ്പിൽ നിന്ന് ടി വിയിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടാണ് കാണാറ്. അപ്പോൾ ഗൈസ് നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞ് ഇനി ചോറിനാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഞങ്ങളുണ്ടാക്കിയ ആ ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ അമ്മ വന്നപ്പം വട്ടും കറിലും ഉണ്ടാക്കി കേട്ടോ, ഫ്രൈ ചെയ്ത്. അപ്പോൾ നിങ്ങളോട് എങ്ങനെയാണ് പറയുന്നത്? വട്ടും കറിലും എന്നാണ് പറയുന്നത്. അപ്പം അതായിരുന്നു നമുക്ക് രാത്രിത്തെ സ്പെഷ്യൽ. പിന്നെ നമ്മുടെ ബീഫ് റോസ്റ്റും ഉണ്ടായിരുന്നു, പിന്നെ സാലഡും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്കിനി ചോറിനിട്ടാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിതേ കിടക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഞങ്ങളുടെ ചെറിയ ഈ ഡേ ഇൻ മൈ ലൈഫ് ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതെ, നമ്മളിതുവരെ ചെയ്തിട്ടില്ല. ചെയ്യണോ വേണ്ടതെങ്കിൽ ആലോചിക്കണം. ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുറത്തൊന്നും പോയില്ല, എല്ലാം വീട്ടിൽ തന്നെയാണ് നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞത്. വീട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. എവിടെ നമ്മൾ പുറത്തൊന്നും പോയില്ല. ഓക്കെ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ചെറിയ ഒരു വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇനി എന്തൊക്കെ വീഡിയോസാണ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ, ഗുഡ് നൈറ്റ്.